ഇതാണ് ഓസ്തി. ഈ ഓസ്തി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഈശോയുടെ തിരുശരീരമായി മാറാൻ പോവാണ്, അല്ലെങ്കിൽ ഈശോയായി മാറാൻ പോവാണ്. അതിപ്പോ എന്റെ കയ്യിലാണ് ഗൈസ്, എന്റെ കയ്യിലാണ്. ഇതാണ് നമ്മൾ നിറച്ചു വെക്കാൻ പോകുന്നത്. ഹലോ, ഇതെന്താണെന്നറിയോ? ഇതാണ് കുസ്തോരി. വിശുദ്ധ കുർബാനയ്ക്കുള്ള ഓസ്തി നിറച്ചു വെക്കുന്നത് ഈ തിരുപാത്രത്തിലാണ്. ഇതിൻ്റെ ഉള്ളിൽ നിറച്ചു വെക്കുന്ന ഈ ഓസ്തി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വിശുദ്ധ കുർബാനയായി ഈശോയായി മാറാനുള്ളതാണ്. അങ്ങനെ വിശുദ്ധ കുർബാനയായി മാറിയ ഈ തിരുവോസ്തി പിന്നെ സൂക്ഷിക്കുന്നത് സക്കാരിക്കുള്ളിലാണ്. ഒരു ദേവാലയ ശുശ്രൂഷ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണിത്. ഈ തിരുപാത്രത്തിലേക്ക് ഓരോ ഓസ്തിയും എൻ്റെ കൈകൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ നാളെ ഇത് ഈശോയായി മാറാനുള്ളതാണല്ലോ എന്നോർക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതരം ഫീലുണ്ട്. ഞാൻ ഇനി നിറയ്ക്കുന്ന ഓരോ കുഞ്ഞപ്പവും നാളെ ഈശോയായി മാറിയാണ് ഓരോരുത്തരുടെയും നാവിലേക്ക് അലിയുന്നത്. ഈ ഓസ്തിയിലെ ഓരോ പൊടിയും നന്നായി തട്ടിക്കളഞ്ഞിട്ടാണ് കേട്ടോ ഈ കുസ്തോതി നിറയ്ക്കുന്നത്. കാരണം പരിശുദ്ധ ബലിയിലൂടെ ഈ ഓരോ ഓസ്തിയുടെയും ചെറിയ പൊടിയിൽ പോലും ഈശോ പൂർണ്ണമായിട്ടും ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് സത്യവുമാണ് കേട്ടോ. സത്താപരമായുള്ള ഈ മാറ്റം അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇത് വെറുമൊരു ചെറിയൊരു അപ്പകഷ്ണം മാത്രമാണ്. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഈ അപ്പകഷ്ണം അതിന് മണവും രുചിയും ആകൃതിയുമുള്ള ഒരു ഈശോ തന്നെയാണ്. ഒരുപക്ഷെ മനസ്സിലാകാൻ സാധിക്കാത്ത വിധത്തിൽ, വിശ്വസിക്കാൻ പറ്റാത്ത വിധമാണ് ഇത്. എങ്കിലും ഞാൻ വിശ്വസിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്, പൂർണ്ണമായി അറിയാൻ ആഗ്രഹിക്കുകയാണ്.